എപ്പോഴാണ് തീരുകയെന്നറിയില്ല. ആരൊക്കെയോ കത്തിവെക്കുന്ന പിന്നെ ശബ്ദം എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ ജനം ടി വി ആയതുകൊണ്ട് മാത്രമാണ് ഡേറ്റ് തന്നത്, അതല്ലെങ്കിൽ ഞാൻ ആർക്കും ഇന്റർവ്യൂ ഇരിക്കും. ടീച്ചർ മതം പഠിച്ചത് കൊണ്ടാണോ മതത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? തീർച്ചയായിട്ടും. എന്നെപ്പോലെ ഒരാൾ പിന്മാറുമോ? ഒരിക്കലും ഇല്ല. എന്നെ 2 കഷ്ണമാക്കിയാൽ പോലും എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യില്ല. ഞാനൊരു കാരണക്കാരനാണ്. എൻ്റെ അച്ഛൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കാൻ തയ്യാറായതാണ്. അങ്ങനെ ഒരു അച്ഛൻ്റെ മോളാണ് ഞാൻ. ആര്യത്തമാണ് എൻ്റെ സ്ഥിതികളിൽ ഓടുന്നത്. എപ്പോഴാണോ സുദർശന ചക്രം പുറത്തെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്, അന്ന് എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അന്ന് ഞാനത് പുറത്തെടുക്കും. സ്റ്റേജിലേക്ക് സ്വന്തം വിജയത്തിന് ഒരു ട്രോഫി വാങ്ങാൻ വന്ന പെൺകുട്ടിയോട് ഒരു മതപുരോഹിതൻ പറയുന്നത് ഇവർക്ക് ഉപ്പയില്ലേ ട്രോഫി വാങ്ങാൻ എന്നാ ചോദിച്ചത്. എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ. ഏറ്റവും ഒടുവിൽ എൻ്റെ മകൻ ആക്രമിക്കപ്പെട്ടു. അവനെ ജാക്കി ലിവർ കൊണ്ട് തലക്കടിച്ച്. ഈ കാലഘട്ടത്തിൽ പോലും നിലവിളക്ക് തെളിക്കരുത് എന്നൊരു ജനപ്രതിനിധിയോട് പറയണമെങ്കിൽ ഇതൊരു സമൂഹത്തിൽ നൽകുന്ന സന്ദേശമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പതിയെ നമസ്കരിക്കുന്നു. അത് ഹിന്ദു കുട്ടികളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ മാത്രമൊന്നും ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ വേറെയുണ്ട്. ക്രമേണ ഫുൾ സ്ലീവ് ഇടാൻ തുടങ്ങുന്നു, കഴുത്ത് വെട്ടിയിറക്കാത്ത കോളറൊക്കെയുള്ള ഉടുപ്പൊക്കെ ഇടാൻ തുടങ്ങുന്നു, പൊട്ടിടുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല. അപ്പൊ കേരള സ്റ്റോറി സത്യമാണോ ടീച്ചർ? കേരള സ്റ്റോറി ഡെഫിനറ്റ്ലി സത്യമാണ്. കാശ്മീർ ഫയൽസ് സത്യമാണ്. പുഴ മുതൽ പുഴ വരെ സത്യമാണ്. ഒരു മുജാഹിദ് പണ്ഡിത, അവരെ ഞാൻ ധാരാളം വിമർശിച്ചിട്ടുണ്ട്. അവർ പറയാണ്, നമ്മുടെ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കാണുമ്പോഴേക്ക് അവനിലെ ടെസ്റ്റോസ്റ്റിറോൺ ഉണർന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിക്കപ്പെടും. അപ്പോൾ അവനിലെ സെക്സ് ഹോർമോൺ വളരെ ഹൈയിലെത്തി നിൽക്കും. അപ്പോഴാണ് അവന് പെണ്ണിനെ കയറി പിടിക്കാൻ ടെൻഡൻസി ഉണ്ടാകുന്നത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ അത് പെണ്ണിൻ്റെ പ്രശ്നമാണ്. പെണ്ണിൻ്റെ പ്രശ്നമാണ്, അതല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ഞാൻ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കോൾ അവരെടുത്തില്ല. അപ്പോൾ ഈ ഹോർമോൺ ഇവരുടെ പിതാവിനില്ലേ, അല്ലേ? ഇവരുടെ ആൺമക്കൾക്കില്ലേ, ഇവരുടെ സഹോദരങ്ങൾക്കില്ലേ? അതെന്താ അവർക്ക് ഇത് റിലേഷൻഷിപ്പൊക്കെ അറിയാമോ ഹോർമോണിന്? അതായത് ഈ സ്ത്രീ മുറ്റമടിക്കുമ്പോൾ പോലും ഈ സ്ത്രീയുടെ നൈറ്റി ഒന്ന് താഴുന്നു എന്ന് നോക്കിയിരിക്കാൻ വീട്ടിനകത്തുണ്ട് ഈ ഹോർമോൺ ചേഞ്ചുള്ള ആൾക്കാരെ. അപ്പോൾ ആരുടെ ഹോർമോണിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത്? മുസ്ലിങ്ങളുടെ ഹോർമോണിൽ നിന്നാണ്. ഈ മുസ്ലിം പുരുഷന്മാരുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. ഇവർ വിചാരിക്കുന്നത് കണ്ണിലാണ് സെക്സ് ഹോർമോൺ ഇരിക്കുന്നത് എന്നാണ്. അല്ല, ഇവരുടെ കാഴ്ചപ്പാടും ബ്രെയിനുമാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ഏതൊരു കാര്യം നോക്കുമ്പോഴും നമ്മുടെ ബ്രെയിനാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ന്യൂറോൺ സിസ്റ്റത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവർ ഭൗതിക വിദ്യാഭ്യാസം നേടണം. ഈ മതത്തിൻ്റെ കെട്ടുപാടുകളിൽ വരിഞ്ഞു മുറുക്കി എനിക്ക് വിഷമം തോന്നും പല സന്ദർഭങ്ങളിലും. ഇല്ല, മർക്കസിൻ്റെ ഒക്കെ സമ്മേളനം വരുന്ന സമയത്ത് ഈ തൊപ്പിയും ഇട്ടിട്ട് ആയിരക്കണക്കിന് കുട്ടികളാണ് ഇതിൻ്റെ പിന്നിൽ പോയിട്ട്. ഇവർക്കൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുവാണ്. ഇവരാകെ പഠിക്കുന്നത് ഈ 6-ാം നൂറ്റാണ്ടിലെ ഈ കൾട്ട് മാത്രമാണ് ഇവർ പഠിക്കുന്നത്. ഇത് പഠിച്ചിട്ട് ഇവർ സമൂഹത്തിന് എന്ത് സന്ദേശം നൽകാനാ? ഈ പ്രവാചകന്റെ 6-ാം നൂറ്റാണ്ടിലെ യുദ്ധവും കൊള്ളയും ഒക്കെ ന്യായീകരിക്കുക, അതല്ലാതെ ഇവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. അപ്പോഴാണ് ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഇത് തുറന്നാര് പറയും? ആരെങ്കിലും ഒരാൾ ഇത് തുറന്നൊന്നും പറയണ്ടേ? അപ്പൊ ആ പറയുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നമ്മൾ സഹിക്കണം. ഒരു പക്ഷേ മക്കളെ നഷ്ടപ്പെടാം, കുടുംബജീവിതം നഷ്ടപ്പെടാം, സഹോദരങ്ങളെ നഷ്ടപ്പെടാം. അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എൻ്റെ മകൻ ആക്രമിക്കപ്പെട്ടു. മോന് 14 വയസ്സ് കഴിഞ്ഞു, 15ാമത്തെ വയസ്സാണ്. അവനെ ജാക്കി ലിവർ കൊണ്ട് തലക്കടിച്ച് കേൾവി ശക്തി പകുതി നഷ്ടപ്പെട്ട് മൂക്കിൻ്റെ എല്ലൊക്കെ പൊട്ടി കുറച്ച് നാൾ ICUലൊക്കെ. ടീച്ചറോടുള്ള പകയാണ്, എന്നോടുള്ള പകയാണ്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചത്, നിന്റെ ഉമ്മ എന്തിനാ നിസ്കരിച്ചത് എന്നാ, നിന്റെ ഉമ്മ എന്തിനാ ഇസ്ലാമിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് വേദനിക്കണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കണം എന്നുള്ളതാണ്. മോള് നീറ്റ് 1 വർഷം പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയ ആളാണ്. നല്ല മാർക്കുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടി. പക്ഷേ ആ കുട്ടിക്ക് ആ കോഴ്സ് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ റഷ്യയിൽ വിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്നെപ്പോലെ ഒരാൾ പിന്മാറുമോ? ഒരിക്കലും ഇല്ല. എന്നെ 2 കഷ്ണമാക്കിയാൽ പോലും എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ഞാനൊരു പട്ടാളക്കാരൻ്റെ മോളാണ്. എൻ്റെ അച്ഛൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കാൻ തയ്യാറായതാ. അങ്ങനെ ഒരു അച്ഛൻ്റെ മോളാണ് ഞാൻ. ആ രക്തമാണ് എൻ്റെ സിരകളിൽ ഓടുന്നത്. എന്ത് സംഭവിച്ചിരുന്നാലും ശരി, ഈ അപകടകരമായ ആശയം ഓരോ തവണ ഞാൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോഴും
എൻ്റെ കുടുംബം ആക്രമിക്കപ്പെടുമ്പോഴും ഇതിൻ്റെ അപകടം എത്രമാത്രം ഭീകരമാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു ചോയ്സ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി മരിച്ചത് ഒക്ടോബറിനാണ്. ഒക്ടോബർ 12-ാം തീയതിയാണ് മരിക്കുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ, ആ സെപ്റ്റംബർ തുടക്കം മുതൽ ഏതാണ്ട് 30 ദിവസത്തോളം എൻ്റെ ഉമ്മച്ചിയെ വിടാതെ ഇവർ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, എങ്ങും പോയില്ല. മതം വിട്ടിട്ട് പോലും എൻ്റെ ഉമ്മച്ചി എങ്ങും പോയില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് വിലക്കി, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിൽ നിന്ന് എൻ്റെ ഉമ്മച്ചി അംഗത്വം വെട്ടിക്കളഞ്ഞു എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞത്, ഒരു ശവവും റോഡിൽ എവിടെയും കിടക്കുന്നില്ലല്ലോ, ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവരെടുത്ത് അങ്ങ് കബർ അടക്കിക്കൊള്ളും, എനിക്ക് എൻ്റെ കുഞ്ഞു മതി എന്ന് പറഞ്ഞു. പലപ്പോഴും എൻ്റെ മൂത്ത സിസ്റ്റേഴ്സൊക്കെ വിളിക്കും, ഉമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നിരിക്കും, നിങ്ങൾക്ക് എല്ലാവരും ഇല്ലേ, എൻ്റെ ജാമിക്ക് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേണ്ടേ, അങ്ങനെ എൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുക, വേറെ എങ്ങോട്ടും പോകലില്ല. അപ്പോൾ ഈ ഉമ്മച്ചി മരിച്ചാൽ പള്ളിയിൽ ഖബർ അടക്കരുത് എന്ന് പറഞ്ഞ ഒരു സംഘം ആളുകൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്നിട്ട്. എന്നിട്ട് ആ നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററിനെ വീട് കയറി അടിക്കണമെന്ന് പറഞ്ഞു. ഇത് ജാമിദയുടെ സിസ്റ്ററാണ്, ഇവളിവിടെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവളെ അടിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്ററെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു UP സ്വദേശിയാണ്. അദ്ദേഹം ചെറിയ പ്രായത്തിലേ ഇവിടെ വന്നതാണ്, ഒരു 4-5 വയസ്സുള്ളപ്പോഴേ വന്നതാണ്. അദ്ദേഹം സലഫി സെൻറ്ററിലാണ് ജോലി ചെയ്യുന്നത്, വളരെ ക്വയറ്റ് ആൻഡ് കാം ക്യാരക്ടറായിട്ടുള്ള ആൾ. അദ്ദേഹം ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ബഹളമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ജോലി കളയിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അറിയുന്നത് കൊണ്ട് അവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇവർ ഫണ്ട് റേസ് ചെയ്യുകയാണ്, ഒരു ക്രൗഡ് ഫണ്ടിങ്. ജാമിദായി ഇല്ലാതാക്കി തരാം, അത് ഫൈനലി ഉറപ്പ്, ഡെഫിനറ്റ്ലി ഞങ്ങളത് ഉറപ്പ് തരാം, ജാമിദയിനും ശബ്ദിക്കില്ല. കാരണം ഇങ്ങനത്തെ നമ്മുടെ ശിഖരങ്ങൾ ഒടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിലനിൽപ്പില്ലല്ലോ, ബലമില്ലല്ലോ. അങ്ങനെയാണ് അവരിതൊക്കെ ചെയ്തത്. എൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ വീടുകൾ തേടി പിടിച്ചു പോയിട്ട് മാക്സിമം ബുദ്ധിമുട്ടുകൾ ഇവരുണ്ടാക്കി. പിന്നെ എന്നോട് എൻ്റെ സഹോദരങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവരുമായിട്ടൊരു ബന്ധവുമില്ല, അവരുമായിട്ടൊരു കോണ്ടാക്ട്. ഞാൻ എൻ്റെ ആശയം മതം വിട്ടു, ഞാൻ എൻ്റെ പാട്ടിന് പോയി. നിങ്ങൾ മതത്തിനകത്ത് നിന്നോ ജീവിച്ചു, നിങ്ങൾ ഞാനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നിങ്ങൾക്ക് എന്ന് എന്നെ വേണമെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം, നിങ്ങളെ എപ്പോഴും വേണമെന്നാണ് എൻ്റെ മനസ്സ്. എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം തന്നെ. പക്ഷെ നിങ്ങൾക്കൊരു കൂടപ്പിറപ്പ് എന്ന നിലയിൽ എന്നെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം അനിവാര്യമാണെങ്കിൽ അത് നിങ്ങൾ വെച്ചോ. പക്ഷെ എൻ്റെ വേറൊരു സഹോദരനുണ്ട്, സിറാജ് എന്ന്, ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്. അദ്ദേഹം മാത്രം ഒരിക്കലും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല, ഒരിക്കലും. ഈ മതം വിട്ട് ഞാൻ പുറത്ത് പോയപ്പോഴും എന്നോട് പറഞ്ഞു, മക്കളെ നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിനനുസരിച്ച് നീ ചെയ്തോ, ഇങ്ങനെയാണ് പറയുക. പിന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ മക്കളെ നമ്മുടെ മതമല്ലേ ഇങ്ങനെ പറയുകയല്ലാതെ, എന്നിട്ട് എന്നോട് പറയും, നിന്നെ പള്ളിയിലേക്ക് കബറടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ എവിടെ അടക്കുന്നു അവിടെ എന്നെയും കുഴിച്ചിടാൻ പറഞ്ഞു. നീ ഇല്ലാത്ത ഒരു മതമോ മതവിശ്വാസമോ പള്ളിക്കാടോ ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു. മറ്റേ സഹോദരങ്ങൾ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. പേടി കൊണ്ട് തന്നെ ആയിരിക്കാം, അവർക്ക് ഭ്രഷ്ടുണ്ടാവും, അവർക്ക് അവിടെ ജീവിച്ചു പോകണ്ടേ. എന്നെപ്പോലെ ചിലപ്പോൾ സഫർ ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവരുടെ വീടുകളിൽ എനിക്ക് പോകാൻ പറ്റാത്തതും. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാം, ആരെങ്കിലും അറിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ബഹളം ഉണ്ടാവാൻ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളുടെ മക്കളാണെങ്കിലും അതെ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവരെയും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കുടുംബത്തിൽ നിന്നും നമ്മളെ അടർത്തിയെടുത്ത് പുറത്തിടുമ്പോഴുണ്ടാകാവുന്ന ഒരു പ്രയാസങ്ങളുണ്ടല്ലോ, നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കും? ഒരു പക്ഷേ മനക്കെട്ടി കൊണ്ടൊന്നും അതിജീവിക്കാൻ പറ്റില്ല. ഫിനാൻഷ്യലി ഡൗൺ ആണെങ്കിൽ നമ്മൾ മെൻ്റലി ഓക്കെ ആയിരിക്കും, പക്ഷെ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണ്ടേ. അതിന് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, പിന്നെ ഒരു രൂപത്തിലും നമ്മളെ സഹായിക്കാനും ആരും സന്നദ്ധരാവില്ല, കാരണം അവർ നാളെ പിടിക്കപ്പെടും. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് എന്തു വന്നാലും സാരമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. എന്തായിരുന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം. ഞാൻ ഈ ആശയം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ മക്കൾ ഒരുപാട് അപ്പോഴൊക്കെ ഞാൻ മക്കളോട് ചോദിക്കാറുണ്ട്, മക്കളെ ഉമ്മച്ചി ഇത് പറയും. ഒരിക്കലല്ല ഉമ്മച്ചി, ഉമ്മച്ചിക്ക് എന്ത് തോന്നുന്നു അത് ഉമ്മച്ചി ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ അങ്ങനെയാണ് ഒരു ഫ്രീ വില്ല് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. മക്കളെ മതം പഠിപ്പിച്ചിട്ടില്ല, മക്കൾക്ക് മതത്തെക്കുറിച്ചിട്ട് യാതൊന്നും അറിയില്ല. അത് മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും, അല്ലാതെ അവർക്കതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ല. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതേ രൂപത്തിൽ ചിന്തിക്കുന്നവർ. പക്ഷേ സമൂഹത്തെ ഭയന്ന്, സമുദായത്തെ ഭയന്ന്, ഈ ഒറ്റപ്പെടുത്തൽ ഭയന്നിട്ടാണ് അവരിത് പുറത്ത് പറയാത്തത്. അപ്പോൾ അവർ പിന്നെയും കുറേ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുമ്പോഴേക്ക് അവരിവരോട് ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ? ജാമിദ ടീച്ചർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്?
അത് നിങ്ങൾ പറഞ്ഞതാ, എന്നാലല്ലേ നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ജാമിദയുടെ വീഡിയോകൾ കാണരുത്, അവരെ ഫോൺ ചെയ്യരുത്, അവരുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കരുത്, ലൈവുകൾ കാണരുത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അറിയില്ല. ഇപ്പൊ തന്നെ ഞാൻ ലൈവിൽ കയറുമ്പോഴേക്കും എനിക്ക് ലൈവ് നല്ല റീച്ച് ഉണ്ടായിരുന്നതാ, യൂട്യൂബ് ലൈവ്. ഇപ്പോൾ 6,50,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. ഈ ലൈവ് എനിക്ക് കയറാൻ പറ്റില്ല. കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെത് ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാവും, റിപ്പോർട്ടുകളുമാണ്. ഇന്നലത്തെ ഒരു ലൈവിൽ മാത്രം ഏകദേശം 1,30,000 റിപ്പോർട്ടുകൾ വന്ന് കിടക്കുക ലൈവില്. അപ്പൊ അതിനു വേണ്ടി ആളുകൾ ഇരിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ ഈ 1,30,000 ആളുകള് ജാമിദയുടെ ലൈവ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ 3 പേര് ചിന്തിക്കില്ല, എന്തിനാ റിപ്പോർട്ട് അടിക്കുന്നത്, ഇവരെന്തോ പറയുന്നത് എന്ന് കേൾക്കാമെന്ന് തയ്യാറായി. ആ 3 പേരിൽ ഒരാൾ ചിന്തിക്കും. ഇതാണ് എനിക്ക് ആവശ്യം. ഇതാണ് ഞാൻ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട്. ആ ഒരാൾ മതി. അയാളുടെ ആ ചിന്തകൾ അയാളുടെ കുടുംബത്തിലേക്ക് വരും. ഈ കുടുംബങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും ചിന്തകൾ എത്തുന്നത് പല മേഖലകളിലാണ്. ഇപ്പൊ ഈ കുട്ടികൾ ക്യാമ്പസുകളിലാണെങ്കിൽ ഈ വീട്ടമ്മ എത്തുന്നത് അവരുടേതായിട്ടുള്ള കുടുംബങ്ങളിലാണ്. അപ്പോൾ അവര് ജാമിദയുടെ വിഷയം എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോഴേക്ക് അവർ സ്വാഭാവികമായിട്ടും പറയുള്ളൂ, ജാമിദ ഖുർആനായത്തല്ലേ പറയുന്നത്, നിങ്ങളതിന്റെ മറുപടി പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളത് എന്ന് പറയണം. ആ രൂപത്തിലേക്ക് ഒന്ന് മാറ്റി. അതെ, അതാണ് ലക്ഷ്യം. പക്ഷേ ഒരു പരിധി വരെ ഒരുപാട് കലാലയങ്ങളിൽ എന്നെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോകൾക്ക് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ചില കുട്ടികൾ കയറി വരും, ആ ടീച്ചറെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ, ടീച്ചറോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 300 കോള് വരുമ്പോൾ ഒരു കോളൊക്കെ മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പലപ്പോഴും എനിക്ക് പറ്റാറില്ല. ഇപ്പം ആരിഫൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് പല ആളുകളും ഇൻ്റർവ്യൂവിന് വെയിറ്റിംഗില്ല. ഞാൻ ആർക്കും ഡേറ്റും കൊടുക്കാറില്ല. ഞാൻ ജനം TV ആയതുകൊണ്ട് മാത്രമാണ് ഡേറ്റ് തന്നത്. അതല്ലെങ്കിൽ ഞാൻ ആർക്കും ഇൻ്റർവ്യൂ ഇരിക്കില്ല. എന്നാൽ എനിക്ക് ടൈം ഒരുപാട് നഷ്ടപ്പെടും. എപ്പോഴാണ് തീരുകയെന്നറിയില്ല. ആരൊക്കെയോ കത്തി തേക്കുന്ന പിന്നെ ശബ്ദം എൻ്റെ ചെവിയിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തീർക്കാനുള്ള വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു വെക്കുക. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അത് ഉപയോഗപ്രദമാകട്ടെ എന്ന് മാത്രമേ. ഇതിനകത്ത് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വരുമാന ലക്ഷ്യമോ ഒരു റീച്ച് ലക്ഷ്യമോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതല്ലാതെ യൂട്യൂബ് ഇൻകം കൊണ്ടോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ മാത്രമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ഈ വരുമാനത്തിൽ വെച്ച് തന്നെ. ക്യാൻസർ പേഷ്യൻസിന് മാസാമാസം ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ഞാൻ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത്, ആരും അറിയുകയും ചെയ്യരുത്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അതിൻ്റെ പേരിലാണ് പഠിക്കാത്തതെന്ന് ഫീസ് ഞാൻ കെട്ടിക്കൊള്ളാം. എൻ്റെ മക്കളെയും പഠിപ്പിക്കുന്ന പലയിടങ്ങളിലും ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ട് പല കുട്ടികൾക്കും. നമ്മൾക്കതൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ വരുമാനം ഞാൻ ഈ രൂപത്തിലാണ് വിനിയോഗിക്കുന്നത്. ഒക്കെ ഒരു വിശ്വാസിയാണ്. അപ്പം ഇക്കായ്ക്ക് കുറച്ച് ഹറാമും ഹലാലും ഒക്കെ കുറച്ച് ചിന്തകളുണ്ട്. അതുകൊണ്ട് വീട്ടിലേക്ക് ഭക്ഷണത്തിനുള്ള മുതൽ ഞാനൊന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെ ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ നിൻ്റെ പൈസ നീ വേറെ പല രൂപത്തിലും വിനിയോഗിച്ചു, കുഴപ്പമില്ല, വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് ഇക്കായ്ക്ക് യൂസ്ഡ് കാർ, യൂസ്ഡ് ബൈക്കിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു വിശ്വാസിക്കൊപ്പം ജീവിക്കാൻ പറ്റുന്നത്? അല്ല, ഇക്ക കുറച്ച് നല്ല വെൽ കൾച്ചേർഡ് ആണ്. ഫോറിൻ കൺട്രീസിലൊക്കെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റും? ഇല്ല, കപട വിശ്വാസിയാണ്. കാരണം യഥാർത്ഥ വിശ്വാസിക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഇവർ കാഫിറാണ്, ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തീർക്കണം എന്നാണല്ലോ. ഇവരൊക്കെ ആധുനിക മുസ്ലിമാണ്. അതായത് ഇവരെങ്ങനെയൊക്കെ ആധുനിക മുസ്ലിമായി മാറുന്നു, അതോടുകൂടി പ്രാകൃത ഇസ്ലാം ഇവരിൽ നിന്നും പോയി പോകുകയാണ്. എന്നാലല്ലേ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം ഇക്കൊക്കെ അങ്ങനെയുള്ള ആളാണ്. നീ പഠിച്ചത്രയും മതത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് നിന്നോട് വാദിക്കാനും പറ്റില്ല, എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞോ, നിനക്ക് മറുപടി മതപണ്ഡിതന്മാർ പറഞ്ഞോട്ടെ. ആ ഒരു രീതിയെ ഞങ്ങൾ ഒരിക്കലും കോർത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ടീച്ചർ മതം പഠിച്ചത് കൊണ്ടാണോ മതത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? തീർച്ചയായിട്ടും. നമ്മൾ ഫോളോ ചെയ്യാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു അറിവ് മതി. മറിച്ച് നമുക്ക് വിമർശിക്കണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള അറിവ് വേണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അതിനൊരു അറിവ് വേറെ വേണ്ടേ? തീർച്ചയായിട്ടും ഉത്തരം പറയാൻ പറ്റണം. ഏത് ചോദ്യമാണ് വരിക എന്നറിയില്ല, എങ്ങനെയുള്ള ആളുകളാണ് ചോദ്യം ചെയ്യാന്നറിയില്ല. ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക, ചിലപ്പോൾ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ടായിരിക്കാം. ഇപ്പോൾ ചില ആളുകൾ ജ്യോതിശാസ്ത്രം, ജിയോ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കയറി വരാറുണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം.
നമ്മൾ അടുക്കളയ്ക്കകത്തിരുന്ന് പതിയെ ചെവിയിൽ പറയുമല്ലോ. ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിനകത്താണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോ. അപ്പം ഈ മതത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇവർ നമ്മളുമായിട്ട് ഡിബേറ്റിന് തയ്യാറായി വരണം. ഞാൻ ആരുമായിട്ടും ഡിബേറ്റിന് തയ്യാറാണ്. ഈ ഗ്രന്ഥം മാനവമോചനത്തിന് ഭീഷണിയാണ്, മനുഷ്യവാസത്തിന് ഭീഷണിയാണ്. ഇതിനകത്തുള്ളത് അക്രമവും കൊള്ളയും കൊലയും ഒക്കെയാണ്. ഒന്നുകിൽ ഈ ഗ്രന്ഥം പിൻവലിക്കണം, അതല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. ഇത് പരിഷ്കരിക്കപ്പെടാതെ ഒരിക്കലും ഈ ലോകത്തിനൊരു മാറ്റം ഉണ്ടാകില്ല. ഇത് തന്നെയാണല്ലോ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ പോലും നിലവിളക്ക് തെളിക്കരുത് എന്നൊരു ജനപ്രതിനിധിയോട് പറയണമെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കരുത്, ഇടകലരരുത് എന്ന് പറയണമെങ്കിൽ ഇവർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA ആണ് ഫാത്തിമ തെഹ്ലിയ. 2026 സംഭവിച്ചത്. ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടു, സ്റ്റേജിലേക്ക് സ്വന്തം വിജയത്തിന് ഒരു ട്രോഫി വാങ്ങാൻ വന്ന പെൺകുട്ടിയോട് ഒരു മതപുരോഹിതൻ പറയുന്നത് ഇവൾക്ക് ഉപ്പയില്ലേ ട്രോഫി വാങ്ങാൻ എന്നാ ചോദിച്ചത്. ആ ഒരു രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി കലുഷിതമാകും നമ്മുടെ സാഹചര്യം ഈ വരുന്ന 5 വർഷത്തിനിടയ്ക്ക്. കാരണം VD സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും മുസ്ലിം ലീഗിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. VD സതീശൻ പറയുന്നത് മുസ്ലിം ലീഗ് മതേതരമല്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് മതേതരമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ഇസ്ലാം മത രാജ്യം എന്ന് പറയുന്ന ആശയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാണക്കാട് നിന്ന് ഇറങ്ങാതെ കിടക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഈ നാടിനെ സേവിക്കാൻ പറ്റില്ല. ഇപ്പൊ വഖഫ് വിഷയം തന്നെ കണ്ടില്ലേ, ഏതു വിഷയം വന്നാലും VD സതീശന്റെ മൗനമായിരിക്കും ഇനിയും കാണാൻ പോകുന്നത്. തന്നെയുമല്ല, ഈ സ്വതന്ത്ര ഭാരതത്തില് അതിന്റെ ഒരു മുക്കും മൂലയും മാത്രമാണ് ഈ കേരളം. ഇവിടെ ഒരു 5 സീറ്റ് കിട്ടിയപ്പോൾ ലീഗ് ഭരിക്കും കേരള മണ്ണിൽ ലീഗ് ഉണ്ടാക്കും നിയമങ്ങൾ ആദ്യം മുഴങ്ങിയ മുദ്രാവാക്യമാണ് ഈ കേരളത്തില്. ഈ ലീഗിന്റെ മുദ്രാവാക്യം മുഴങ്ങിക്കഴിഞ്ഞ ഉടനെ KT ജലീലിന്റെ തലയ്ക്ക് പകരം ഒരാടിന്റെ തലയറുത്തിട്ട് റോഡ് ഷോയാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം ഭീകരമാണ് ഈ ആശയം. തന്നെയുമല്ല, ഈ ലീഗ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് NDF, സിമി, പോപ്പുലർ ഫ്രണ്ട്, പിന്നെ PDP ഇത്തരം തീവ്ര ആശയങ്ങളൊക്കെ വളർന്നു വന്നത് ഈ സമയത്ത് തന്നെയാണ്. ഈ സമയത്താണ് പാറ്റ പാർട്ടി വളർന്നു വരുന്നത്. ഈ പാറ്റ പാർട്ടിയിലെ സ്പോൺസർ ആയിട്ടുള്ള ഇഷാ മറിയം, ഇവരാരാ? അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ ബ്ലഡ് റിലേഷനാണ് ആ സ്ത്രീ. എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം ഇനിയും ഇവരുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സകലമാന തീവ്ര ചിന്താഗതികളും ഇനി ഇവർ പുറത്തെടുക്കും. കാരണം ഇവരെ പ്രതിരോധിക്കാൻ ആളില്ല. അതിന് ഒത്താശ നൽകുക മാത്രമാണ് VD സതീശൻ ചെയ്യാൻ പറ്റുക. VD സതീശൻ മൗനിയായിട്ടിരുന്നാൽ മതി, പിൻ സീറ്റിലിരുന്ന് ഇവര് ഡ്രൈവ് ചെയ്തോളും. ഈ ഒരു സാഹചര്യം നമ്മൾ വളരെ പേടിക്കേണ്ടതാണ്. കാരണം ഇന്ന് നമ്മുടെയൊക്കെ ശബ്ദത്തിന് ഇവർ കൂച്ചുവിലങ്ങിടും. മതസ്പർദ്ധ, അതല്ലെങ്കിൽ മതവികാരം വ്രണപ്പെട്ടു, മതനിന്ന, നബി നിന്ന എന്നൊക്കെ പറയും. ഇപ്പോൾ എനിക്കെതിരെ തന്നെ ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. ഇപ്പൊ ഇവർക്ക് കൂടുതൽ നില ഉറപ്പിക്കാൻ പറ്റാത്ത കാരണം സോഷ്യൽ മീഡിയയാണ്. കാരണം ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. ഇതിനകത്തുള്ള സകല കാര്യങ്ങളും ഞാനെടുത്ത് പുറത്തിടും. തന്നെയുമല്ല, എപ്പോഴാണോ ഒരു കേസ് ഉണ്ടാകുന്നത് അതിന് പറ്റിയ എല്ലാ മരുന്നുകളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബയോളജിക്കൽ ഹിസ്റ്ററി റെഡി ആയിരിപ്പുണ്ട്. അത് പബ്ലിഷ് ചെയ്യേണ്ടതേ ഉള്ളൂ. അത് മുമ്പ് DC ബുക്സ് പറഞ്ഞതായിരുന്നു പബ്ലിഷ് ചെയ്യാമെന്ന്. പിന്നെ അവരതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഖുർആനിൽ നിന്നും റെഡ്യൂസ് ചെയ്യേണ്ടുന്ന വചനങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ ഞാൻ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. എപ്പോഴാണോ ഒരു കേസ് വീഴുന്നത് അപ്പം ഞാനിതൊക്കെ എടുത്ത് പുറത്തിടും. ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. കാരണം നമ്മൾ കുറേശ്ശെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില പുസ്തകങ്ങൾ, ഹദീസുകൾ, ഇത് ബേസ്ലെസ് ആണ് എന്ന് തെളിയിക്കാനുള്ള രേഖകൾ, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇതൊക്കെ അവർ പേടിക്കുന്ന കാര്യങ്ങളുമാണ്. അതെ, കാരണം ആവനാഴിയിലെ അസ്ത്രം അവസാനമല്ലേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ അവിടെ അങ്ങനെ ഭദ്രമായിട്ട് വെച്ചിരിക്കുവാണ്. എപ്പോഴാണോ സുദർശന ചക്രം പുറത്തെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്, അന്ന് എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, അന്ന് ഞാനത് പുറത്തെടുക്കും. എനിക്കറിയാം ഇനിയും ഓരോരോ ശിഖരങ്ങൾ വീതം എനിക്ക് ഇനിയും നഷ്ടങ്ങൾ സംഭവിക്കും. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. എനിക്കറിയാം, ഇക്കായെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് പിന്നോട്ട് പോകണം ഇല്ല, എന്ത് കിട്ടിയാലും പിന്നോട്ട് പോകില്ല. ഇവരെ എൻ്റെ ചാനൽ വിലക്കെടുക്കാൻ നോക്കി. കാരണം യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ചാനലിന് എത്രയാ വേണ്ടത് എന്നാ ചോദിച്ചേ. എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ ഒരു ചാനൽ. അത് പോയാൽ ഞാൻ അടുത്ത ചാനൽ ഉണ്ടാക്കിയെന്നാലും ആശയം വിൽക്കില്ല. എൻ്റെ ആദർശം, എൻ്റെ നിലപാട്,
അതെൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ഞാൻ വിൽക്കില്ല. എന്ത് സംഭവിച്ചാലും, വീടിന് ബോംബിടുമെന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ മക്കളും കൂടി ഒരു കയറിനകത്ത് കെട്ടിയിട്ടും ഉറച്ചു നിൽക്കും, ഇട്ടിട്ട് പൊയ്ക്കോളാൻ പറയും. എന്നാലും ആശയം വിൽക്കില്ല കാരണം ഞാൻ ഇനി വരുന്ന ഒരു ജനറേഷനെ കബളിപ്പിക്കുന്നതിന് തുല്യമായി പോകും അത്. നമ്മളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് യുവതലമുറയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എൻജിനീയറിംഗ് കോളേജിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പതിയെ നമസ്കരിക്കുന്നു. അത് ഹിന്ദു കുട്ടികളായിരുന്നു. അവർ നമസ്കരിക്കുന്നു, പൊട്ടൊന്നും ഇടുന്നില്ല, ഫുൾ സ്ലീവ് ഷാളൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയപ്പോൾ ഈ കുട്ടികൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ശരി, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ വേറെയുമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ മാറണമെന്ന് തോന്നിയത്. അങ്ങനെ അവരോട് ഞാനിത് നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്, ആര് പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ട, നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്, നിങ്ങളുടെ കലാലയത്തിനകത്ത് നിന്നാണോ, അതോ പുറത്തുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്നാണോ, അതോ നിങ്ങളുടെ വീടുകളിൽ നിന്നാണോ, ഏതെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണോ, മീഡിയകളിൽ എവിടെ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത് എന്ന് പറഞ്ഞാൽ മതി, അതോ പേഴ്സണലി ഏതെങ്കിലും സുഹൃത്ത് ഇട്ട് തന്നതാണോ എന്നറിഞ്ഞാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ എപ്പോഴും പെൺചിലന്തികൾ ഉണ്ടാകുമല്ലോ, പെൺ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് ഇവരിങ്ങനെ ചെറിയ കുറേശ്ശെ ഇട്ടുകൊടുത്ത് അപ്പോൾ നമ്മൾ കേൾക്കും എന്ന് തോന്നിയാലാണല്ലോ വീണ്ടും വീണ്ടും ഇടുക. ഇപ്പം ഞാനിപ്പോൾ സിസ്റ്ററോട് പറയാണ്, മറ്റൊരു നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടെ പറയും. മറിച്ച് ഇപ്പം ഞാൻ എന്നെ കുറിച്ചിട്ട് ആരെങ്കിലും എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എന്നെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ, എനിക്കത് കേൾക്കണ്ട. കാരണം കേട്ട് കഴിഞ്ഞാലാണ് ബാക്കി എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. എനിക്ക് എൻ്റെ ആവശ്യമില്ല, അവർ പറഞ്ഞോട്ടെ, നിങ്ങളത് കേട്ടോ, നിങ്ങൾക്കത് വിശ്വസിച്ചോ, നോ പ്രോബ്ലം, എന്നെ അത് ബാധിക്കുന്ന വിഷയമേ അല്ല, ഞാനത് അങ്ങനെ വിടാറാ പതിവ്. അപ്പോൾ ഈ കുട്ടി ഇത് പറയുന്നു, ഇവളിത് കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി ആണോ അതങ്ങനെ. അപ്പോൾ ഇവരടുത്തത് പറയും. അപ്പം അങ്ങനെയായി ഇതാണ് ശരി, ഇസ്ലാമാണ് ശരി. ക്രമേണ ഫുൾ സ്ലീവ് ഇടാൻ തുടങ്ങുന്നു, കഴുത്ത് വെട്ടിയിറക്കാത്ത കോളറൊക്കെയുള്ള ഉടുപ്പൊക്കെ ഇടാൻ തുടങ്ങുന്നു, പൊട്ടിടുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല, മറ്റുള്ളവരുമായിട്ട് ഇടകലരുന്നത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കി, പിന്നെ സംസാരം കുറയ്ക്കണമെന്നുള്ള കാരണം അപ്പോഴാണല്ലോ ആശയം പ്രചാരണം നടക്കുക. സംസാരിക്കേണ്ട ഒരുപാട് ആ മുസ്ലിങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് വീടുമായിട്ട്. അങ്ങനെ ഈ കുട്ടികളോട് പോയി സംസാരിച്ച് ഇപ്പം ആ കുട്ടികൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് എന്നെയും കൂടി അതിനകത്താക്കിയേക്കാണ്. കാരണം ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അതിന് ഞങ്ങൾക്ക് സംശയ നിവാരണങ്ങൾ വേണം. ശരി മക്കളെ, ഞാനിവിടെ ഉണ്ട്, എൻ്റെ ജോലി അതല്ലേ. അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് കുട്ടികൾ എത്തിയത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തത് കൊണ്ടാണ്. മറിച്ച് നിങ്ങൾ ചോദിക്കണ്ട, അങ്ങനെയല്ല ഇങ്ങനെ അല്ല മക്കളെ, ഇതാണ് അതിൻ്റെ വേരുകൾ, ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ഇന്ന് ഖുർആനിൽ നിങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ നോക്കും. ഞാൻ പറയുന്നില്ല, എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടെങ്കിലാണല്ലോ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുക. വേണ്ട, നേർക്ക് നേരെ നിങ്ങൾ നോക്കിക്കോ. ഖുർആൻ നടന്നത് കേരളത്തിലാണോ? ഖുർആൻ നോക്കിക്കോ, ഹദീസ് നോക്കിക്കോ. അതുപോലെ ഈ മതത്തിലേക്ക് പോയ ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കണക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ. ഒരുപാട് പെൺകുട്ടികൾ, കാരണം ഇവരെ മതം മാറ്റിയ ആൺകുട്ടികൾ ഇവിടെ സുരക്ഷിതരാണ്. ഈ പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്, അപകടത്തിൽ മരിച്ചു, കാണാനില്ല, ഗ്യാസ് പൊട്ടി മരിച്ചു, കുറച്ചാളുകൾ മാനസിക രോഗികളായി മാറുന്നു. ഇവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പോൾ കേരള സ്റ്റോറി സത്യമാണോ ടീച്ചർ? കേരള സ്റ്റോറി ഡെഫിനറ്റ്ലി സത്യമാണ്. കാശ്മീർ ഫയൽസ് സത്യമാണ്. പുഴ മുതൽ പുഴ വരെ സത്യമാണ്. അതുകൊണ്ടല്ലേ ഇവർ വെകിളി പിടിക്കുന്നത്. മാങ്ങയുള്ള മാവിലല്ലേ കല്ലേറ് വരും. അപ്പോൾ ഇതൊന്നും ജനങ്ങൾ അറിയരുത്. ഒരുപാട് കാലം എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കാലം മാത്രം കുറച്ച് പേരെ പറ്റിക്കാനേ പറ്റുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ആകെയുള്ള പാണ്ഡിത്യം ഇന്ന് ജെമിനിയും ചാറ്റ്ജിപിടിയുമാണ്. അവരെന്ത് പറയുന്നു അതാണ് സത്യം. പക്ഷേ എനിക്കിത് രണ്ടും വേണ്ട. എനിക്കൊരു പുസ്തക ശേഖരം തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്നുമാണ് ഞാനിതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ജെമിനിക്കും ചാറ്റ്ജിപിടിക്കും തെറ്റാമെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല, പക്ഷെ എനിക്കത് പറ്റും. എനിക്കതിൻ്റെ തെളിവ് കൊടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഒരാൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, 7 മണി മുതൽ 9 മണി വരെ ഉണ്ടാകും, ഇസ്ലാമിൽ ശവഭോഗമില്ല. ഉണ്ട്, തെളിയിക്കാൻ എനിക്ക് പറ്റും. നമുക്ക് ഒരു ബോൾഡ്നെസ് വരുന്നത് എങ്ങനെ? നമുക്ക് ആ വിഷയത്തിലുള്ള അറിവുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് പതർച്ചയുണ്ടാവും. ശവങ്ങളെ ഭോഗിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ശവഭോഗമുണ്ട്, ഇസ്ലാമിൽ മൃഗഭോഗമുണ്ട്. ഒരു പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ത്രീക്ക് പട്ടിയിൽ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മതവിധി വരെ പറയുന്ന ഗ്രന്ഥമാണ് ഇസ്ലാം. അത് സയൻസ് പോലും തോറ്റുപോകുന്ന ഒരു വിഷയമാണ്.
അങ്ങനെ ഒരുപാട് എന്നാൽ പട്ടികൾ ഹറാമാണ് തന്നെ. പട്ടികൾ ഹറാമുമാണ്. അപ്പം ഇങ്ങനെയുള്ള എന്നാൽ അപകടകരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരുപാട് ഭീഷണികൾ നിറഞ്ഞ ഇത്തരം ആശയങ്ങൾ അധികം ആളുകൾ കൈവെക്കാറില്ല. വാളുകൊണ്ട് പടുത്തുയർത്തിയ മതമാണ് ഇസ്ലാം. അക്രമവും കൊള്ളയും കൊലയും രക്തച്ചൊരിച്ചിലുകളും ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞ ആ പദത്തിൽ മാത്രമേ സമാധാനമുള്ളൂ. ആക്ച്വലി ഇത് സമാധാനമില്ല, ഇത് നേരെ വിപരീതമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഈ ഗ്രന്ഥം ബ്രാക്കറ്റുകളില്ലാതെ, ഇൻ്റർപ്രിട്ടേഷൻസ് ഇല്ലാതെ ഇനി വരുന്ന ഒരു തലമുറ സെൻസറുകളില്ലാതെ ഇത് പഠിക്കണം. അതിനിവർ സമ്മതിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇവർ ഗീത പഠിക്കണ്ട, ഇവർ ബൈബിൾ പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. ഈ ഗ്രന്ഥം നമ്മൾ ഇവരെ ഇത് പഠിപ്പിക്കും. ഇത് പഠിക്കേണ്ടത് മുസ്ലിം കുട്ടികൾ തന്നെയാണ്. അവരിത് മനസ്സിലാക്കണം. അതിനകത്ത് നിന്നാണല്ലോ ഒരു 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 മാറ്റം വരേണ്ടത്. അവരിത് പഠിക്കണം. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ഒരു തസ്നി എന്ന് പറയുന്ന ഒരു ഡിഗ്രി വിദ്യാർത്ഥിനി, എനിക്കറിയുന്ന കുട്ടിയാണ്, പബ്ലിക്കായിട്ട് സംവാദ വേദികൾ നിന്നിട്ട് എം അക്ബറിനോട് ചോദിക്കുന്നു, അല്ല ഉസ്താദെ, ഈ 53 വയസ്സുള്ള നബി 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചതിൽ ഞങ്ങൾക്ക് എന്ത് മാതൃകയാണ് കിട്ടുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും വർഷവും നമ്മൾ ഈ അനുഭവിച്ചു വന്ന വിഷമങ്ങൾക്കൊക്കെ റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ടീച്ചറൊക്കെ മതം വിട്ടത് ഇതിനെ വിമർശിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മളെ ചോദിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, നമ്മുടെ ചോദ്യങ്ങളെ ഇവർ ഭയപ്പെടുന്നു. ഇത് മതി. നമ്മളും ഇത് തന്നെയാണ് റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് മതവും രാഷ്ട്രീയവും കൂടിക്കലർന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഇസ്ലാമാണ് ഇന്നിവിടെ കാണുന്നത്. ഇന്നിവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമസ്തയായി മാറിയിരിക്കുന്നു. സമസ്ത തീരുമാനിക്കുന്നു എന്ത് തിട്ടൂരമാണ് ഇവിടെ ഇറക്കേണ്ടത്, അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്.